നിനക്ക് ഞാൻ പണ്ട് തരായിരുന്ന സ്നേഹവും ശ്രദ്ധയും മുതലും പലിശയും ചേർത്ത് തരിക. അതാ, അത് മാത്രമാ ഇപ്പം എൻ്റെ ജോലി. പിന്നെ ഈ ശ്രദ്ധ നിനക്ക് മാത്രമല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന ആളിനോട് അവകാശപ്പെട്ടവ. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ കുഞ്ഞ് നിങ്ങളുടേതല്ലെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. മുമ്പ് 6 കൊല്ലങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ നിഷ്കരണം തള്ളിപ്പറഞ്ഞവനാ നിങ്ങൾ. എന്തുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് എന്നെ വഴിതെറ്റിപ്പോയവളായി നിങ്ങൾ കാണുന്നില്ല? അന്ന് ചെയ്തതുപോലെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചവിട്ടിത്തേക്കുന്നില്ല? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ മിണ്ടിയേ മതിയാവൂ. നിങ്ങളുടെ മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. ഈ സമയത്ത് നീ ദേവിയത് ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നീടെപ്പോ? ഈ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞു. അതകത്ത് കിടക്കുന്നതും പുറത്ത് വരുന്നതും തമ്മിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യാസവും ഇല്ല. കാരണം ഈ കുഞ്ഞ് നിങ്ങളുടേതല്ല. ഇതിനുമേൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. നീ റെസ്റ്റ് എടുക്കുക. നിനക്കിപ്പോ നല്ല റെസ്റ്റ് ആവശ്യമാണ്. $5 ലക്ഷം തന്നതോടെ കൊടുങ്കാറ്റൊക്കെ അവസാനിച്ചു എന്ന് സമാധാനിച്ചിരിക്കുക ആനന്ദ് സാറ്. ഇരുത്താൻ ഞാൻ. പക്ഷെ ചേട്ടാ, അനന്തവും ബാലാമണിയും ഒന്നിച്ച സ്ഥിതിക്ക് ആ പഴയ പ്ലാൻ ഇനി ശരിയാവോ? എന്താ ശരിയാവാത്തെ? ആ പ്ലാൻ ഉണ്ടല്ലോ, അത് ഇരുതല വാള. വല്ലാത്തൊരു ട്രാപ്പിലാ ആനന്ദ് സാർ നിന്ന് പെട്ടിരിക്കുന്നത്. അറിയോ നിനക്ക്? അയാളുടെ കുഞ്ഞാണ് ബാലാമണിയുടെ ഗർഭത്തിലെന്ന് അറിയാവുന്നത് 2 പേർക്ക് മാത്രമല്ലേ? അതെ, ഹരിദാസ് ഡോക്ടർക്കും ആനന്ദ് സാറിനും. അവിടെ അല്ലടി നമ്മുടെ പിടി. ഇപ്പോ ആ രഹസ്യം അറിയാത്തവര് ഇനി ഒരിക്കലും അറിയരുത്. അഭിരാമി ഡോക്ടർ അറിഞ്ഞാൽ ആനന്ദ് സാറിന്റെ കുടുംബം തീർന്നു. ബാലാമണിയോ ആനന്ദും അറിഞ്ഞാലും അപ്പോഴും പ്രശ്നം ആനന്ദ് സാറിന് തന്നെയാ. 5 അല്ല 50 ലക്ഷം കിട്ടുവടി ഈ ദിനേശന്. നക്കാപ്പിച്ചയും വാങ്ങി വാലും ചുരുട്ടി ഈ ദിനേശൻ സ്ഥലം കാലിയാക്കിയെന്നല്ലേ അയാൾ വിചാരിച്ചിരിക്കുന്നത്? ശരിയാക്കി കൊടുക്കാം. ആനന്ദ് സാറേ, മൊബൈലെടുത്ത് ഓൺ ചെയ്ത് വെച്ചോ. ഈ ദിനേശൻ ദാ വരുന്നു. ഹലോ. ഈ നമ്പർ വലിയ പരിചയം കാണില്ല അല്ലേ സാറേ? സാറിന് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ദിനേശൻ, ഇപ്പൊ ഓർമ്മ വന്നോ? എന്ത് വേണം നിനക്ക്? എന്ത് വേണമെന്നോ? അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, മറ്റേ പൈസയുടെ കാര്യം. ഇങ്ങോട്ട് വിളിക്കുമെന്ന് വിചാരിച്ച് ഇത്രയും ദിവസം കാത്തു. എന്താ സാറ് വിചാരിച്ചത്? സാറിനെ പോലെ എനിക്കും മറവി രോഗം ഉണ്ടെന്നോ? അല്ല ദിനേശ, അത് പിന്നെ അല്ല, ഇനി ഫോണിൽ കൂടെ വേണ്ട, നേരിൽ മുഖാമുഖം കാണണു എനിക്ക് നിങ്ങളെ. ഉടനെ. ഉടനെ എന്ന് വെച്ചാ ഉടനെ. മനസ്സിലായോ? പിന്നെ ഹലോ.
ഹലോ അവൻ എല്ലാ പരിധിയും കടന്നിരിക്കുക. അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാ ആ റാസ്കൽ അഭിരാമിയോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ? ഞാനും അവനും കൂടെ ബിസിനസ് ചെയ്യാത്രേ. അതിന്റെ പാർട്ട് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി വന്നത്രേ. പാർട്ട് പേയ്മെന്റ് അല്ല, മുഴുവൻ പേയ്മെന്റും ചേർത്ത് കൊടുത്തേനെ ഞാൻ. പക്ഷെ വയ്യല്ലോ, കയറില്ലാതെ കെട്ടിയിരിക്കല്ലേ ഞാൻ എന്നെ തന്നെ. ഹലോ, മാനമുള്ളവന് എന്നും എവിടെയും പേടി ഒന്നു മാത്രമേ ഉള്ളൂ, അപമാനം. ബ്ലാക്ക് മെയിൽ ചെയ്തവൻ്റെ പിടിയും അവിടെ തന്നെയാണ്. 10 ലക്ഷം ചോദിച്ചപ്പോൾ 5 കൊടുത്തില്ലേ? അപ്പോൾ അവന് ബലമായി. ഉറപ്പായിട്ടും ഇനി ബാക്കി ഈസി ആയിട്ട് കിട്ടുമെന്ന്. അത് പിന്നെ ഗതികേട് കൊണ്ട് കൊടുത്തു പോയതല്ലേ ഞാൻ, അഭിരാമി ഓർത്തിട്ട്, എൻ്റെ കുടുംബത്തിന്റെ സമാധാനം ഓർത്തിട്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, ഒരു ബ്ലാക്ക് മെയിലറുടെ സൈക്കോളജി പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം ഹരിയേട്ടാ, പക്ഷേ ഇനിയിപ്പോ ഒരു 5 ലക്ഷം കൂടെ കൊടുത്താലും അവസാനിക്കാൻ പോണില്ല അവന്റെ ഈ വേട്ട. വിടാൻ പോകുന്നില്ല അവൻ എന്നെ ഒരു പൊന്മുട്ടയിടുന്ന താറാവാക്കി മാറ്റാനാ ആ സ്കൗഡറിന്റെ പരിപാടി. ഹരിയേട്ടാ, സമ്മതിക്കരുത് കേട്ടോ. ഇത്തരം ശല്യങ്ങൾ ഇല്ലാതാക്കാൻ ചില എളുപ്പ വഴികളുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവനിൽ നിന്ന് ഈ ഉപദ്രവം ഉണ്ടാവില്ല. തീരെ നിവൃത്തിയില്ലാതാവുമ്പോൾ ചിലർ ആ വഴിയും നോക്കും. നോക്കണോ നമുക്കത്? ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? കൊട്ടേഷനാണോ? അതെ, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. പക്ഷേ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ നോക്കാം. വി ക്യാൻ ക്ലോസ് ദാറ്റ് ചാപ്റ്റർ. എന്താ? വേണ്ട, അത് വേണ്ട. പാപത്തിൽ നിന്ന് മറ്റൊരു മഹാപാപത്തിലേക്ക് നമുക്ക് ചെന്ന് വീഴണ്ട. വിധി പോലെ വരട്ടെ ഹരിയേട്ടാ. ദിനേശ് അല്ലേ? അതെ. ഞാൻ ആനന്ദ് സാർ പറഞ്ഞിട്ട് വരിക. എന്നിട്ട് സാർ എവിടെ? ആ മേൽപ്പാലത്തിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ട് വിളിച്ചോണ്ടില്ലാൻ പറഞ്ഞു. വേഗം വന്നാട്ടെ, സാറിന് ഇത്തിരി തിരക്കുണ്ട്. സാറ് കയറ്. എന്താ കാര്യം? നിങ്ങൾ ആരാ? എന്താ കാര്യം? എങ്ങോട്ടായി പോകുന്നത്? എന്നെ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്താ? എന്തിനാ? എന്നെ വിട്. എന്താ കാര്യം? എന്തിനാ? എന്താ കാര്യം? ഞങ്ങൾ പറഞ്ഞു തരണോ? നിങ്ങൾ കാര്യം പറയ. അരുത്. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? പറഞ്ഞു തരണോ? എല്ലാം നിനക്ക് പറഞ്ഞു തരാം. വിട്. വലക്കാതെ അടങ്ങിയിരുന്നോ? അല്ലെങ്കിൽ വിടാൻ. എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയിടുന്നേ?
അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോ കേട്ടല്ലോ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? ഒന്ന് അഴിച്ചുവിട്. ഏയ്, എന്നെ അഴിച്ചുവിട്. എന്നെ അഴിച്ചുവിടാൻ. അയ്യോ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്റെ അമ്മോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഇതാ ഒന്ന് അഴിച്ചു വിടേട്ടാ. അവിടെ അച്ഛൻ എവിടെ പോയതാ അമ്മേ? ഒരാളെ കാണാൻ പോയതാ. നേരെ എത്രേ? അച്ഛൻ എന്താ വരാത്തെ? മക്കള് പോയി കിടന്നോ, അച്ഛൻ വരും. പോ. ഹലോ, എന്റെ ഭർത്താവിനെ നിങ്ങൾ എന്താ ചെയ്തത്? പറയേ. അല്ല, നിങ്ങളാരാ? എന്റെ ദിനേശ് ചേട്ടൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇതുവരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്ത എന്റെ ദിനേശ് ചേട്ടനെ? അതെ, എനിക്കറിയില്ല. ദിനേശ് എന്നെ കാണാൻ വന്നിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ, എന്നെ ഒന്ന് വിശ്വസിക്കേ. നുണ പറയുന്നോ? നിങ്ങളടുത്തേക്ക് തന്നെയാ എന്റെ ദിനേശ് ചേട്ടൻ വന്നത്. എന്റെ ദിനേശ് ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ വിടില്ല ഞാൻ നിങ്ങളെ. അഴിയെണ്ണിക്കും ഞാൻ. സൗദാമിനിയെ പറയുന്നത്.
നീ ഇങ്ങനെ ടെൻഷനാവാതെ കാര്യം എന്താ വെച്ചാ പറയേ. വാടേ പെൻറ്റ്. ആ സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. ആര്? ആ ദിനേശന്റെ ഭാര്യ. എന്തിന്? ആകെ പ്രശ്നമോ ഹരിയേട്ടാ. ആ ദിനേശനെ കാണാനില്ലാന്ന്. ഹീസ് മിസ്സിങ്. അതിന് അവര് നിന്നെന്തിനാ വിളിക്കുന്നേ? നിന്റെ കയ്യിലാണോ അവനിരിക്കുന്നേ? അതല്ല ഹരിയേട്ടാ, ബാക്കി പണത്തിനായിട്ട് അവരെനിക്ക് ഫോൺ ചെയ്തില്ലേ, കൊടുക്കാന്ന് ഞാൻ അങ്ങ് ഏൽക്കുകയും ചെയ്തു. പക്ഷെ വരാന്ന് പറഞ്ഞ സ്പോട്ടിൽ അവൻ എത്തിയില്ലല്ലോ. അതൊക്കെ നമുക്കല്ലേ അറിയൂ. ആ സ്ത്രീ ചോദിക്കുന്നത് ദിനേശനെ ഞാൻ എന്ത് ചെയ്തു എന്നാ. അയാൾ ഇതുവരെ വീട്ടിലേക്ക് എത്തിയില്ലെന്ന്. അയാൾക്ക് എന്താ പറ്റിണ്ടാവുക ഹരിയേട്ടാ? നീ എന്താണ് ഇത് എന്നോട് ചോദിക്കുന്നേ? അന്ന് നിന്റെ ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ സജഷൻ വെച്ചു എന്നുള്ളത് നേര് തന്നെ. വേണ്ടാന്ന് നീ പറഞ്ഞോടെ ഞാൻ അപ്പം തന്നെ അത് വിടുകയും ചെയ്തു. എന്താടാ, നിനക്കെന്നെ വിശ്വാസമാവുന്നില്ലേ? അയ്യോ അതല്ല ഹരിയേട്ടാ, എനിക്കിതൊക്കെ ഓർത്തിട്ട് തലയാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാ? നീ പേടിക്കാതെ നമുക്ക് ആലോചിക്കാം. ഒന്നും സംഭവിക്കില്ലടാ. റിലാക്സ്. ഹലോ, ആരാണെന്ന് മനസ്സിലായല്ലോ. ദിനേശിന്റെ ഭാര്യ. ഞാൻ ഇപ്പൊ തന്നെ വരിക നിങ്ങളുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? എന്തിനു? അത് അവിടെ വന്നിട്ട് പറയാം, നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച്. ഏയ് അതൊന്നും വേണ്ട. എങ്കിൽ പറയേ, എന്റെ ദിനേശേട്ടൻ എവിടെ? സത്യമായിട്ടും എനിക്കറിയില്ല അയാൾ എവിടെയാന്ന്. എങ്കിൽ ഇനി നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കാണാം. നോ, അത് വേണ്ട. ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ വീട്ടിലേക്ക്. ഇപ്പൊ തന്നെ വരാം. ശരി. ആ സ്ഥലം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനിപ്പോ വരാം. അതെ, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നെ കാണണമെന്ന് പറഞ്ഞ് ദിനേശൻ ഫോൺ ചെയ്തിരുന്നു. ദിനേശൻ കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് പണമായിട്ട് ഞാൻ എത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ദിനേശൻ ഉണ്ടായിരുന്നില്ല. ഈ കള്ളക്കഥ ഞാൻ വിശ്വസിക്കുന്നാണോ സാറിന്റെ വിചാരം? നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് കള്ളക്കഥയല്ല. നിങ്ങൾക്കറിയാലോ മുമ്പൊരു തവണ ദിനേശന് പണം കൊടുത്ത കാര്യം. അന്ന് വാക്ക് പാലിച്ച് ഞാൻ പിന്നെ വാക്ക് തെറ്റിക്കോ? ഇക്കാര്യത്തിൽ നിങ്ങളോട് ഞാൻ കള്ളം പറയോ? എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. പിന്നെ എന്റെ ദിനേശേട്ടൻ എവിടെ? നിങ്ങൾ തന്നെ അത് പറയേണ്ടത്. അതെ, വിഷമിക്കാതിരിക്കേ. ഞാൻ അന്വേഷിക്കാം. എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ദിനേശിനെ ഇവിടെ എത്തിക്കാം. നിങ്ങളുടെ മുന്നില് ഇത് വാക്കാം. അതെ,
എവിടെ കിടക്കണം? അങ്ങോട്ട് കിടക്കണം. ആരും കണ്ടില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് മുങ്ങുമല്ലേ? ജീവൻ വേണമെങ്കിൽ മിണ്ടാതെ അവിടെ കിടന്നോ. ഞങ്ങളാ നിനക്ക് അറിയാഞ്ഞിട്ടാ. ചേച്ചി, ബാലാമണിയോ? ദിനേശേട്ടനില്ലേ ചേച്ചി? ഇല്ല. ഇന്നെന്താ നേരത്തെ ജോലിക്ക് പോയോ? ആ പോയി. ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. ഇന്നലെ രാത്രി ഇവിടെ ഒരാള് വന്നില്ലേ കാറില്?